നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന രണ്ട് ട്രെയിനുകളാണ് ബാന്ദ്ര ജയ്പൂർ നോൺ സ്റ്റോപ്പ് സ്പെഷ്യലും പിന്നെ പ്രയാഗ്രാജ് പോകുന്ന ഡൽഹി പ്രയാഗ്രാജ് നോൺ സ്റ്റോപ്പ് ഹംസഫറും. ഇത് രണ്ടും വീഡിയോ ചെയ്യണം. അത് രണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പം ആദ്യം നമ്മൾ മുംബൈക്ക് പോവാണ്. മുംബൈക്ക് പോയാൽ നമുക്ക് ബാന്ദ്രയിൽ നിന്ന് കയറി ജയ്പൂർ പോകാൻ പറ്റത്തില്ല, മറ്റേ ബാന്ദ്ര ജയ്പൂർ നോൺ സ്റ്റോപ്പിന്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മുംബൈക്ക് പോവാണ്. നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള ട്രിവാൻഡ്രം മുംബൈ CSMT എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ മുംബൈ CSMT എറണാകുളം വന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറ്റ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് മുംബൈ CSMT വരെ പോകുന്ന ഈ ഒരു യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മുടെ നോൺ സ്റ്റോപ്പ് യാത്രയാണ് ജയ്പൂരിലേക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ വന്നപ്പോൾ ഇവിടെ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ് കിടപ്പുണ്ട്. അപ്പോൾ ഈ വേളാങ്കണ്ണി എക്സ്പ്രസ്സിൻ്റെ ഈ റേക്ക് വെച്ചിട്ട് ഇപ്പോൾ പുതിയൊരു സർവീസ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ബുധനാഴ്ച രാത്രി ഇവിടെ നിന്ന് വിടുന്നത് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്. അത് മറ്റേ ട്രിച്ചി വഴി പോകുന്നൊരു വണ്ടിയാണ്, ഒരു വെറൈറ്റി റൂട്ടാണ്. അപ്പോൾ ഈ സെയിം റേക്ക് ഉപയോഗിച്ചിട്ട് വേറൊരു പുതിയ സർവീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു സ്പെഷ്യലായിട്ടായിരുന്നു. അപ്പോൾ അത് റെഗുലറൈസ് ചെയ്ത് ഇപ്പോൾ ഒരു പുതിയ വണ്ടി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 16364 എന്നാണ് ഈ വണ്ടിയുടെ നമ്പർ. നമ്മൾ ബോംബെക്ക് പോകുന്ന ട്രിവാൻഡ്രം മുംബൈ CSMT എക്സ്പ്രസ് ആയിട്ട് ഇങ്ങനെ പയ്യെ മന്ദം വരുന്നുണ്ട്. 8:15 ഇപ്പോൾ സമയം. ഓൺ ടൈമാണ് വണ്ടി വരുന്നത്. റോയപുരം ഷെഡിൻ്റെ ഒരു WP7 ആണ് നമ്മുടെ CSMT എക്സ്പ്രസിൻ്റെ ലോക്കോ 37783. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഈ വണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ്. നല്ല വണ്ടിയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ മലയാളികളുടെ ഫുഡാണ്. ഒരു മലയാളി ടീമാണ് ഇതിൻ്റെ പാൻട്രി നടത്തുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ പോകുന്നത് AC 2 ടയറിനാണ്. AC 2 ടയർ A1. നല്ല മൂഞ്ചി ഒരു കോച്ച് കേട്ടോ. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ 2021 ഉണ്ടാക്കിയ ഒരു കോച്ച്. നോക്ക്, എനിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്ന അപ്പർ ബർത്താണ്. സാറിന് സൈഡിലോറല്ലേ കിട്ടുന്നത്, പക്ഷേ ഇത്തവണ അപ്പർ ബർത്താണ് കിട്ടിയത്. 34. കോച്ചിനകത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കോച്ച് പുറത്തൂടെ വൻ ശോകമാണ്, പക്ഷെ അകത്ത് നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അകത്ത്. പുറത്ത് വൻ ശോകമാണ്. നോർത്ത് ഈസ്റ്റേണിലൂടെ കോച്ചാണ്. മിക്കവാറും വല്ല രത്തിസാറിൻ്റെ വല്ല കോച്ചായിരിക്കും. പക്ഷെ അകത്ത് കിട്ടില്ല കേട്ടോ. അകത്ത് നല്ല തണുപ്പും നല്ല കോച്ചാണ്. പക്ഷെ പുറത്ത് വൻ ശോകമാണ്. നിങ്ങൾ കണ്ടതല്ലേ. ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം വൃത്തിയുണ്ട്, പക്ഷെ ചെറിയൊരു സ്മെല്ലുണ്ട്, പക്ഷേ വൃത്തിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുംബൈ CSMT എക്സ്പ്രസ് അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. നമ്മൾ ഓൺ ടൈമാണ്. ഇതൊരു കിടിലം വണ്ടിയാണ്. ഇതൊരു എക്സ്പ്രസ് കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യത്തിന് സ്റ്റോപ്പുകളുള്ള എന്നാൽ നല്ല നീറ്റായിട്ട് പോകുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയും, നമ്മുടെ വണ്ടിയാണല്ലോ, വൃത്തിയും ഫുഡും ഒക്കെ കിട്ടുന്ന ഒരു അണ്ടർ റേറ്റഡ് ഒരു കിടിലം വണ്ടിയാണ്. ആലപ്പുഴ വഴി വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് CSMT എത്തുന്ന നാളെ രാത്രി 7:30 34 മണിക്കൂർ ചിലവാനാണ് അതിന് എടുക്കണത്. കൊങ്കൺ റെയിൽവേ പോകുന്നതിനെക്കാട്ടും നല്ല ട്രാവൽ ടൈം എടുക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. കാരണം ഇത് ചുറ്റിക്കറങ്ങി ആന്ധ്ര വഴി പോകുന്ന വണ്ടിയാണ്. അന്ന് നമ്മൾ യാത്ര ചെയ്ത ഈ വണ്ടിയുടെ സ്ലീപ്പറിലായിരുന്നു, അതായത് ആ കോച്ചിലായിരുന്നു, S6-ലായിരുന്നു. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന തൊട്ടടുത്ത കോച്ച് A1 വരെ. അന്ന് സ്ലീപ്പറിനാണ് നമ്മൾ യാത്ര ചെയ്തത്. നമ്മൾ മുംബൈയിൽ നിന്ന് എറണാകുളം വരെയായിരുന്നു. അന്ന് തൊട്ടപ്പുറത്തെ S6-ലായിരുന്നു. ഇന്ന് A1. ഈ വണ്ടി ശനിയാഴ്ച മാത്രമുള്ള വണ്ടിയാണ്. അപ്പോൾ കേരളത്തിൽ ഇത് നമുക്ക് ഈ ബാംഗ്ലൂർ ഭാഗത്തേക്ക് ശനിയാഴ്ച പോകണമെങ്കിൽ കറണ്ട് ബുക്കിംഗ് വരെ കിട്ടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രം മുംബൈ CSMT എക്സ്പ്രസ്. 16332 എന്നാണ് ഈ വണ്ടിയുടെ നമ്പർ. അപ്പോൾ കൃഷ്ണരാജപുരത്ത് ഇത് വൈകിട്ടല്ല, രാത്രി 7:50 എത്തും. അപ്പോൾ രാവിലെ കേരളത്തിൽ നിന്ന് കയറി രാത്രി ആകുമ്പോൾ നമുക്ക് ബാംഗ്ലൂർ എത്താം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയോടെ ഈ വണ്ടിക്കുണ്ട് കേട്ടോ. പണ്ട് നമ്മുടെ ആൾക്കാർ ബോംബെക്ക് പോയിക്കൊണ്ടിരുന്ന ആ സെയിം റൂട്ടിൽ കൂടെയാണ് ഈ വണ്ടി പോകുന്നത്. അതായത് ഇവിടെ നിന്ന് കൃഷ്ണരാജപുരം, പിന്നെ അവിടെ നിന്ന് ഹിന്ദുപ്പൂർ, ധർമാവരം, ഗുണ്ടക്കൽ, പിന്നെ റായ്ചൂർ, ഗുൽബർഗ, സോലാപ്പൂർ, പൂനെ വഴിയാണ് ഇത് മുംബൈ ചെല്ലുന്നത്. നല്ല ടൈം എടുത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് മുംബൈക്ക് പോകുന്നൊരു വണ്ടി കൊണ്ടാണ് ഇത്. ഞാനൊരു ഇൻഡിഗോ വിമാനം കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നതുണ്ടോ നോക്ക്. അടിപൊളിയല്ലേ. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഏപ്രിൽ 18 മുതൽ ഈ വണ്ടി മുംബൈ CSMTയിൽ നിന്നും പെർമനൻ്റ്ലി ഇതിൻ്റെ ടെർമിനൽ മാറ്റി മുംബൈ LTTയിലേക്ക് ആക്കാൻ പോവാണ്. പറയാൻ മറന്നുപോയത്. നമ്മുടെ കേരളത്തിൽ ശരിക്കും മുംബൈ CSTയിലേക്കുള്ള ഡയറക്റ്റ് ഏക വണ്ടിയായിരുന്നു ഇത്. പണ്ട് ജയന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒറ്റ വണ്ടിയുള്ളൂ മുംബൈ CSTയിലേക്ക് പോകുന്നത്. അത് മാറ്റാൻ പോവാണ്. അവിടെ എന്തോ കൺജഷനാണെന്നോ എന്തോ എന്നൊരു പിടിയില്ല. അപ്പോൾ ഇത് ഇനി മുതൽ ഏപ്രിൽ 18 മുതൽ ഈ വണ്ടി ട്രിവാൻഡ്രം മുംബൈ LTT വീക്ക്ലി എക്സ്പ്രസ് എന്നാണ് അറിയപ്പെടാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇനി മുംബൈ CSMTയിലേക്ക് ഡയറക്റ്റ് വണ്ടിയില്ല. ഇനി മുംബൈ LTTയിലേക്കാണ് ഈ വണ്ടി പോകുന്നത്. ഏപ്രിൽ 18 മുതൽ കേട്ടോ. ഏപ്രിൽ 18 വിടുന്ന ഈ വണ്ടി
മുംബൈ LTT വരെയായിരിക്കും പോകുന്നത്, CST പോകത്തില്ല. ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസം രാത്രി നല്ല മഴയായിരുന്നു. ചെറിയൊരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. മഴ പെയ്താൽ കൊള്ളാം, പക്ഷെ മഴ പെയ്താലും ചൂടാണ്. കാരണം നല്ല ഹ്യൂമിഡിറ്റി ഉള്ളൊരു സമയമല്ലേ ഇപ്പോൾ. നമ്മൾ വരാവൽ എക്സ്പ്രസ്സിൽ പോയപ്പോൾ അതിലെ പാൻട്രേറ്റ് മലയാളികളായിരുന്നല്ലോ, അപ്പോൾ ഇതിലും മലയാളികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ഭേദപ്പെട്ട ഫുഡ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയോടെ ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഒറ്റ വീഡിയോ ചെയ്യുന്നുള്ളൂ. നേരത്തെ 2 വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ വെറുതെ റിപ്പീറ്റേഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് മുംബൈ വരെ നമ്മൾ ഈ ഒറ്റ വീഡിയോ നിർത്തും. നമ്മുടെ ഫ്രണ്ടിൽ ഏറനാട് എക്സ്പ്രസ് ഉള്ളതുകൊണ്ട്, ഏറനാട് ഒരു 50 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഏറനാട് ഉള്ളതുകൊണ്ട് നമ്മൾ ലേറ്റാണ്, ഒരു അരമണിക്കൂർ കൂടുതൽ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തുന്നേ ഉള്ളൂ. ഈ ഉത്രാളിക്കാവ് അമ്പലം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ മഴയത്ത് ഒരു രക്ഷയില്ല, കിട്ടിലും വൈബാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് ഈ ഒരു ഭാഗം ശരിക്കും. മലയാളികളുടെ പാൻട്രി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പഴംപൊരിയൊക്കെ കിട്ടുന്നത്, അത് നല്ല കിടിലം പഴംപൊരിയാണ്. അപ്പോൾ രാവിലെ പഴംപൊരി ഉണ്ടെന്നപ്പോൾ ഞാനൊരു പഴംപൊരി മേടിച്ചു കേട്ടോ. നമ്മളങ്ങനെ ഉരുണ്ട് പാലക്കാട് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ലൈനാണ്. പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ലൈനിൽ കൂടെ ഇപ്പോൾ നമ്മുടെ 2 വണ്ടി എക്സ്ട്രാ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം മറ്റേ തിരുനെൽവേലി മംഗലാപുരം എക്സ്പ്രസ്സും പിന്നെ രാമേശ്വരം മംഗലാപുരവും. അങ്ങനെ 2 വണ്ടിയുണ്ട്. പക്ഷേ 2 നൈറ്റ് ടൈമിലാണ് പാസ്സാകുന്നത്. അതുകൊണ്ട് ഡേ ടൈമിൽ പോകുന്നത് കിട്ടൂല. ഡേ ടൈമിൽ മറ്റേ മുതലമട സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കിട്ടത്തില്ല. 2 രാത്രിയാണ് പാസ് ചെയ്യണേ. ഡേ ടൈമിലായിരുന്നു നമുക്ക് പോയി കവർ ചെയ്യാം. നമ്മളെന്തായാലും 2 വണ്ടി കവർ ചെയ്യുന്നുണ്ട് അടുത്ത മാസം ഈ ട്രിപ്പൊക്കെ പോയി വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ വണ്ടി 8 മിനിറ്റ് ലേറ്റായിട്ടാണ് പാലക്കാട് കയറുന്നത്. ഇവിടെ കുറച്ച് എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഏകദേശം ഓൺ ടൈമായി വരുന്നുണ്ട്. നേരത്തെ അരമണിക്കൂറിൽ ലേറ്റ് ആയിരുന്നു. പാലക്കാട് നിന്ന് വിട്ടിരിക്കുകയാണ്. ഇതിന് അടുത്ത സ്റ്റോപ്പിന് പോത്തന്നൂരാണ്. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ അടുപ്പിച്ച് സമയം കൊടുത്തിട്ടുണ്ടോ പോത്തന്നൂർ എത്താൻ വേണ്ടിയിട്ട്. സ്ലാക്ക് ടൈമാണ്, അത്രയും വേണ്ട, 1 മണിക്കൂർ അടുപ്പിച്ച് മതി. അപ്പോൾ നമ്മൾ ചിലപ്പം പോത്തന്നൂർ നേരത്തെ എത്തും. അത്യാവശ്യമായിട്ട് LHB ആവേണ്ട വണ്ടികളിൽ ഒരെണ്ണമാണ് കിടക്കുന്നത് ഈ പാലക്കാട് ചെന്നൈ. ഇതുപോലെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ മലബാർ, മാവേലി, അതൊക്കെ ആവുമായിരിക്കും. എന്തായാലും പാലക്കാട് ഡിവിഷനിലേക്ക് കുറേ LHB വരുന്നുണ്ടല്ലോ. നമ്മളിവിടെ കഞ്ചിക്കോട് പിടിച്ച് മുന്നിൽ ഒരു കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ പിടിക്കുന്നത്. അതുമല്ല നമ്മൾ നേരത്തെ പോത്തന്നൂരെത്തും. പുറകിൽ നമ്മുടെ എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റി വരുന്നുണ്ട്. ഗതിമാൻ എന്നൊക്കെ പറയും. പക്ഷേ ഇത് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം പോകുന്ന ഇൻ്റർസിറ്റിയാണ് ഗതിമാൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അത് അത്യാവശ്യം നല്ല വേഗം പോകും. പക്ഷേ ബാംഗ്ലൂർ പോകുന്ന സ്ലോ ആണ്. അപ്പോൾ അത് മിക്കവാറും പോത്തന്നൂർ വെച്ച് കയറാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ നമ്മൾ നേരത്തെ എത്തും. അതാണെങ്കിൽ പുറകിൽ അത് ഓൺ ടൈം അടിച്ചാൽ വരുന്നത്. അപ്പോൾ അതെന്തെങ്കിലും കയറും.
റോഡിൽ ഭയങ്കര സ്പീഡ് റെസ്ട്രിക്ഷനാണ്. വളരെ പയ്യാണ് നമ്മുടെ വണ്ടി പോകുന്നത്. 30-ലെങ്ങാണ്ടാണ് തോന്നുന്നു പോകുന്നത്. ഫുൾ എന്തോ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ വളരെ പയ്യാണ് പോകുന്നത്. നമ്മുടെ ഈ ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് മുംബൈ പോകും. എന്നിട്ട് അടുത്ത ദിവസം ബാന്ദ്രയിൽ നിന്ന് ജയ്പൂർ വന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്ന ബാന്ദ്ര ജയ്പൂർ നോൺ സ്റ്റോപ്പ് ട്രെയിനാണ് നമ്മൾ പോകുന്നത്. അതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. എന്നിട്ട് നമ്മൾ ജയ്പൂർ പോയിട്ട് ഡൽഹി പോവും. ഡൽഹി പോയിട്ട് നമ്മൾ പ്രയാഗ്രാജ് ഹംസഫറിന് പോവും. എങ്ങും നിർത്താതെ ഓവർനൈറ്റ് പോകുന്ന ഒരു നോൺ സ്റ്റോപ്പ് ഹംസഫർ ട്രെയിനാണത് കേട്ടോ. ന്യൂഡൽഹിയിൽ നിന്നും പ്രയാഗ്രാജ്, അലഹബാദ് ഉണ്ടല്ലോ, അതാണ് പ്രയാഗ്രാജ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നൊരു ഹംസഫർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ 2 നോൺ സ്റ്റോപ്പ് വണ്ടികൾക്ക് നമ്മൾ സ്ലീപ്പറിലാണ് പോകുന്നത്. നമ്മൾ സ്ലീപ്പറിൽ പോയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, AC അല്ല. അപ്പോൾ ഈ ജയ്പൂർ വണ്ടിക്കും ഈ ഹംസഫറിന് നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് ഡൽഹി വന്നിട്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് വീണ്ടും ബോംബെ വരും. ബോംബെ വരുന്നത് നമ്മുടെ തേജസ് രാജധാനി എക്സ്പ്രസ്സിനാണ്. ഡൽഹിയിൽ നിന്ന് മുംബൈ സെൻട്രൽ വഴി വരുന്നതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ തിരിച്ച് വരുന്നത് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ്സിനാണ്, പൂനെ പോയിട്ട്. കാരണം എനിക്ക് അന്ന് തിരിച്ച് വേറെ വണ്ടിക്കൊന്നും ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് വരുന്നത് 1 ഡേ ഗ്യാപ്പിലാണ്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം വേണം. അതുകൊണ്ട് നമ്മുടെ യാത്രയുടെ വീഡിയോസ് വരുന്നത് 1 ഡേ ഗ്യാപ്പിലാണ്. നമ്മുടെ മുംബൈ CSMT എക്സ്പ്രസ് അങ്ങനെ അരമണിക്കൂർ നേരത്തെ ഇവിടെ പോത്തന്നൂർ കയറാൻ പോവാണ്. 12:54 സമയം. ഇപ്പം 12:25 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ തൊട്ട് പുറകിൽ നമ്മുടെ ഇൻ്റർസിറ്റി ഉണ്ട്. അപ്പോൾ ഇൻ്റർസിറ്റി ഇവിടെ വെച്ച് നമ്മൾ ഓവർടേക്ക് അടിക്കും കേട്ടോ. എന്നിട്ട് ഇൻ്റർസിറ്റിയാണ് ആദ്യം പോകുന്നത്. ഇനി ഇവിടെ നിന്ന് 12:55 നമ്മൾ വിടത്തുള്ളൂ. നമ്മുടെ കോച്ച് കണ്ടില്ലേ, പുറത്തൂടെ വൻ ശോകമാണ്, പക്ഷെ അകത്ത് കൊള്ളാം കേട്ടോ. പുറത്തൂടെ വൻ ശോകം നോക്ക്. ഇപ്പോൾ 12:29 ആയതേ ഉള്ളൂ. ഇനിയുണ്ട് 25 മിനിറ്റ് ഈ സാധനം ഇവിടെ വെറുതെ കിടക്കും. ഇതിന് സ്ലീപ്പറൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള കേട്ടോ. നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ വണ്ടിയാകുമ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിരിക്കും. മുംബൈ പോകാൻ വേണ്ടി കറങ്ങി അടിച്ച് പോകുന്ന വണ്ടി ആയതുകൊണ്ട് ഇതിൽ മുംബൈ വരെ പോകുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. ഈ സീസൺ ടൈമിലൊക്കെയാണ് എൻഡ് ടു എൻഡ് ഒക്കെ ആൾക്കാർ പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ ട്രെയിൻ ബോർഡ് കണ്ടോ. അപ്പോൾ ഈ വണ്ടി ഇനി April 18 മുതൽ ഇവിടെ മുംബൈ CSMTക്ക് വരെ മുംബൈ LTT ആവും കേട്ടോ. 16332 ആണ് നമ്മൾ പോകുന്ന വണ്ടിയുടെ നമ്പർ. തിരിച്ച് വരുന്നത് 16331. ഇതാണ് നമ്മുടെ ലോക്കോ. മുംബൈ CSMT വരെ ഈ ലോക്കോ ആണ് ഇതിനെ കൊണ്ടുപോകുന്നത്. 37783 റോയപുരത്തിൻ്റെ ഒരു WP7. എൻ്റെ കോച്ചിന് അവിടെ ഇരുന്നാലേ മറ്റേ ഇൻ്റർസിറ്റി കയറിപ്പോകുന്ന കാണാൻ പറ്റില്ല. കാരണം ഇവിടെ നടുക്കൊരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അവിടെ മുന്നിൽ വന്നിട്ട് നമ്മുടെ ഇൻ്റർസിറ്റി ഇപ്പോൾ കയറിപ്പോവും. ഇൻ്റർസിറ്റി ഇവിടെ പോത്തിൻ്റെ ഒരു ഔട്ടറായിട്ടുണ്ട്. അപ്പോൾ അതിപ്പം കയറിപ്പോയിട്ട് നമ്മളിനി 12:55 ഇവിടെ നിന്ന് വിടും. അപ്പോൾ ഇൻ്റർസിറ്റി കണ്ട് നമ്മളെ ഓവർടേക്ക് അടിച്ച് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇത് 12:50 ഇവിടെ കോയമ്പത്തൂർ കയറുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അത് ഓവർടേക്ക് അടിച്ചുകൊണ്ട് പോയി ഇനി നമ്മൾ അതിൻ്റെ പുറകിൽ പോകും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ വീക്ക്ലി വണ്ടികളിലെ ജനറലിലെ തിരക്ക് കുറവായിരിക്കും. എക്സെപ്ഷനുണ്ട്, ബീഹാറിൽ വരുന്ന വണ്ടികൾ അത് കൂട്ടരുത്. അല്ലാതെ ഈ വീക്ക്ലി പോകുന്ന വണ്ടികളുണ്ടല്ലോ, അതിലെ ജനറലൊന്നും വലിയ തിരക്ക് കാണത്തില്ല. ഇതിലുണ്ട് വലിയ ആളൊന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ വണ്ടി തന്നെ വാങ്ങിച്ചു. ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചു. ഒരു വലിയൊരു മുഴുത്ത ഒരു ചിക്കൻ്റെ ലെഗ് പീസ് കേട്ടോ അതിനകത്ത്. അടിപൊളിയല്ലേ. നമ്മളങ്ങനെ പോത്തന്നൂർ നിന്ന് കറക്റ്റ് ടൈമിന് എടുത്തിരിക്കുകയാണ് 12:55. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ബിരിയാണി ആയിരുന്നു. വലിയൊരു ലെഗ് പീസായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. നമ്മൾ കോയമ്പത്തൂരും നേരത്തെയാണ് എത്തുന്നത്. 1:10 സമയം. ഇപ്പോൾ 1:05 ആയതേ ഉള്ളൂ. കോയമ്പത്തൂരിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. എന്തോരം WP7 അന്നേക്ക് ഇവിടെ കിടക്കുന്ന നോക്ക്. എല്ലാം ഈ റോഡിൻ്റെ ആയിട്ട്. ഈ റോഡ് 6 റോയപുരം ഇത് തന്നെയാണ് കേട്ടോ. ചറപ്പറ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം കിടപ്പുണ്ട്. ഇതുണ്ടോ 3 എണ്ണം ഒരുമിച്ച് കിടക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ ഈറോഡ് ജംഗ്ഷനിൽ കിടക്കുകയാണ്. ഇപ്പോൾ സമയം 3 മണിയായി. ഇപ്പോൾ ഇവിടെ വെള്ളം നിറയ്ക്കൽ പരിപാടിയൊക്കെയാണ്. വെള്ളം നിറയ്ക്കൽ മാത്രമല്ല, ക്രൂ ചേഞ്ച് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈറോഡ് കിടക്കുകയാണ്. നല്ല ചൂടാണ് പുറത്ത്. ആണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഈറോഡ് ഇലക്ട്രിക് ലോക്കോസ് കേട്ടോ. നമുക്ക് എന്തോരം ലോക്കോസാണ് കിടക്കുന്നത്. ഈറോഡിൻ്റെ WP7 ആണ്. പുതിയ WP7 കിടക്കുന്നുണ്ടാ. WP7, WP4, WAG7. നമ്മുടെ ഈറോഡിൻ്റെ ഇലക്ട്രിക് ലോക്കോ ഷെട്ടാണ്. ഡീസൽ ലോക്കോ ഷെട്ടുണ്ട്, അത് സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ഇത് ഇലക്ട്രിക് ലോക്കോ ഷെട്ടാണ്. അതിൻ്റെ WAG9 കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ഉറപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്തോരം പീസോനാന്ന് നോക്കിയുണ്ടോ. ആ കിടക്കുന്ന എല്ലാം പീസോനാണ്ടാ. ഇവിടെ ഒരു പീസോൻ ഫുള്ളത് തന്നെ. അമൃത ഭാരത് ലോക്കോസ് കിടക്കുന്നതാണ്. നമുക്ക് എൻ്റെ ദൈവമേ, ഇതിനകത്ത് വലിയൊരു വേറൊരു ലോഗോ കേട്ടോ. നമ്മളിപ്പോൾ സേലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് ലേറ്റേ ഉള്ളൂ. അപ്പോൾ സേലം കഴിഞ്ഞിട്ട് ഒരു സെക്ഷനുണ്ട്, മറ്റേ ജോളാർപേട്ടേന്ന് തൊട്ടമ്പട്ടി വരെ. അപ്പോൾ ഈ സെക്ഷനിൽ കഴിഞ്ഞ ദിവസം ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കുറേ വണ്ടികളൊക്കെ ലേറ്റ് ആയിരുന്നു. ഒരു 2-3 മണിക്കൂറൊക്കെ 30 km/h ഈ സെക്ഷനിൽ കൂടെ പോകാൻ പാടുള്ളെന്നും പറഞ്ഞുകൊണ്ട് അവരെന്തോ പറഞ്ഞിറക്കി. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വണ്ടിയും ലേറ്റ്. രാത്രിയിലത്തെ വണ്ടികളെല്ലാം ലേറ്റ്. ഇപ്പോഴും ഉണ്ട് ആ ലേറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടി ലേറ്റ് ആവുകയാണെങ്കിൽ പണി കിട്ടും. 30 km/h സ്പീഡ് അവിടുത്തെ. ആ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അതെന്താണെങ്കിലും എനിക്കറിയത്തില്ല. ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വണ്ടികളൊക്കെ ലേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയ മറ്റേ രാവിലെ പോയ വെസ്റ്റ് കോസ്റ്റ്, ഇന്ന് രാവിലെ ചെന്നൈ എത്തിയ മെയിൽ, ഇതെല്ലാം ലേറ്റ് ആയിരുന്നു. മെയിൽ ഐലൻഡ് ഇതെല്ലാം ലേറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മളെന്താണോ അവസ്ഥ എന്ന് ആർക്കറിയാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ ഉണ്ടാക്കിയ കോച്ചാണ് 2021. അകത്ത് നല്ല കോച്ചാണ്, പക്ഷെ പുറത്താണ് ശോകം. സേലം സ്റ്റേഷനൊക്കെ എന്ത് വൃത്തിയല്ല, നമുക്ക് നല്ല വൃത്തിയുണ്ട്. താഴെ ഇവർ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാണ്, വേറെ ഒന്നുമല്ല. നല്ല വൃത്തിയാണ് പ്ലാറ്റ്ഫോം ഒക്കെ. നോക്കി എന്ത് വൃത്തിയാണ് നോക്ക്. വൈകിട്ട് ആയപ്പോഴേക്ക് നമുക്ക് മുളക് ബജ്ജി കിട്ടിയിരിക്കുകയാണ്. മുളക് ബജ്ജി, നല്ല ചൂട് മുളക് ബജ്ജി. ഇവിടെ അന്യായ വർക്ക് നടക്കുകയാണ്. ഇത് കണ്ടോ, അപ്പുറത്തെ ട്രാക്കിലൊക്കെ സ്ലീപ്പർ മാറ്റി പുതിയ സ്ലീപ്പർ ഇട്ടേക്കുക. അപ്പോൾ ഈ സ്ലീപ്പർ മാറ്റുന്ന ജോലി ആയതുകൊണ്ടാണ് വണ്ടി വളരെ പയ്യാണ് പോകുന്നത്. കുറേ നേരം കേട്ടോ. ഫ്രഷ് സ്ലീപ്പർ ഇട്ടേക്കുന്നുണ്ട്. ആ കോൺക്രീറ്റ് പോലത്തെ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ആ പാളത്തിന് ബലം കൊടുക്കുന്നൊരു സംഭവമാണത്. അതിനെയാണ് സ്ലീപ്പർ എന്ന് പറയുന്നത്. സേലത്തുനിന്ന് ഇട്ടാൽ പിന്നെ തിരുപ്പട്ടൂരാണ് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത്. അതുവരെ നോൺ സ്റ്റോപ്പാണ്. അത്യാവശ്യം നല്ലപോലെ വണ്ടി പോകുന്നത്. ഫുള്ള് നല്ല ചൂടാണ്. പകൽ 38 ഡിഗ്രി ചൂടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. ഈ വണ്ടി ശരിക്കും ഒന്നെങ്കിൽ ആഴ്ച 2 ദിവസമൊക്കെ, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടേലും റേറ്റ് ഷെയറിങ് കൊടുത്ത് വേറെ സർവീസ് തുടങ്ങാം. ശനിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ട് ഞായറാഴ്ച രാത്രി ബോംബെ എത്തും. ഞായറാഴ്ച രാത്രി ബോംബെയിൽ നിന്ന് എടുത്തിട്ട് ഇത് ചൊവ്വാഴ്ച വെളുപ്പിന് ചെയ്ത് ട്രിവാൻഡ്രത്ത് എത്തും. പിന്നെ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച 4 കംപ്ലീറ്റ് ദിവസം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ വേറെ സർവീസ് തുടങ്ങാം, അല്ലെങ്കിൽ ഈ വണ്ടീനെ ആഴ്ച 2 ദിവസം ഓടിക്കാം. വെറുതെ 4 ദിവസം വെറുതെ കിടക്കും ഇവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു സെക്ഷനിൽ, അതായത് തൊട്ടംപട്ടിന്ന് ജോളാർപേട്ട വരെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു സെക്ഷൻ ഏകദേശം ഒരു 40-50 km സെക്ഷൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. 30 km/h വണ്ടിയുടെ സ്പീഡ്. നോക്കി, നമ്മൾ ആ തൊട്ടംപട്ടി സ്റ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞു. 30 മേളിൽ വണ്ടി പോകുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം എന്നറിയത്തില്ല. തൊട്ട് മുന്നിൽ ഇത് അൻപാതും ഉണ്ട്. അതാണ് 1 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. അപ്പോൾ ഇത് എന്തായാലും ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം 110 പോകേണ്ട സെക്ഷനിൽ 30 പോയാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പ് തിരുപ്പൂരിൽ എന്തായാലും ഒരു 1/4 മണിക്കൂർ ലേറ്റായിട്ട് എത്തത്തുള്ളൂ. കാരണം ഇത് 30 മേളിൽ പോകുന്നില്ല. കണ്ടോ, നമുക്ക് ഈ ഒരു സ്പീഡാണ്. ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആയതുകൊണ്ടാണ് ഏന്ന് പറഞ്ഞാൽ ആ സിഗ്നൽ അവിടെ എഴുതിയേക്കുന്നത്. നോക്കി കണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവരൊന്നും മുൻകൂട്ടി പറയത്തില്ല. അതുകൊണ്ട് വണ്ടികൾ ലേറ്റ് ആവുന്നു. അപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല ഇതിൻ്റെ സംഭവം. കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത് കേട്ടോ.
അതായത് ഈ ഒരു സെക്ഷനിൽ 30 km/h ആണ് ഇപ്പോൾ സ്പീഡ്. ഈ സിഗ്നലിംഗ് വന്നുകൊണ്ട്, ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വന്നുകൊണ്ടേ മിക്കവാറും എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും. കാരണം പുതിയതായിട്ട് തുടങ്ങിയതല്ലേ ഈ ഒരു ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സേഫ്റ്റി റീസൺസ് ഉണ്ടാവും. കാരണം പുതിയ സിസ്റ്റം അല്ലേ, അപ്പം പലയിടത്തും സിഗ്നൽസൊക്കെ പലയിടത്തായിട്ടുണ്ടാവും. അപ്പോൾ ക്രൂ ഒക്കെ അറിഞ്ഞ് വരുന്നേ ഉണ്ടാകത്തുള്ളായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സേഫ്റ്റി റീസൺസ് കൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഒന്നെങ്കിൽ അവർ നേരത്തെ പറയണം, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ലേറ്റ് ആവുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൽ ശരിക്കും പറഞ്ഞ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇന്ത്യൻ റെയിൽവേയിലെ 2 സ്റ്റേഷനിടയ്ക്ക് ഒരു വണ്ടിയാണ് ശരിക്കും പതിവുള്ളത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വെച്ചാൽ 2 സ്റ്റേഷനിടയ്ക്ക് 2 or 3 വണ്ടികളൊക്കെ പോകും. അപ്പോൾ വണ്ടികൾ വാലെ പോകുന്നതുകൊണ്ട്, വേഗം നിർത്താതെ പോകുന്നതുകൊണ്ട് ഡിലേ കുറയും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന ഉദയ് എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയത്. അതും ഇതുപോലെ 30-ലാണ് പോയത്. ഇത് ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഈ ഒരു സംഭവം കേട്ടോ. മറ്റേ ഇനി ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂർ വന്ന് വന്ദേ ഭാരത് ഇനി തൊട്ട് പുറകിലുണ്ട്, അതും ഇപ്പോൾ വരും. ഇതെന്തായാലും ഭയങ്കര ഒരു മടുപ്പായിപ്പോയി കേട്ടോ ഈ ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ. സേഫ്റ്റിയാണ്, അതാണ് മെയിൻ കാര്യം. ഇനി ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ ഈ സെക്ഷനിൽ കയറിയത് ഓൺ ടൈമിനാണ്, വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു 1 മണിക്കൂർ അടുപ്പിച്ചൊക്കെ ഡിലേ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിലേ വരും. നമ്മൾ ദൊഡ്ഡംപട്ടിയിൽ നിന്ന് 30 km/h ഉരുട്ടി ഇപ്പോൾ ഇവിടെ തിരുപ്പട്ടൂർ എത്തിയപ്പോഴേക്കും 3/4 മണിക്കൂർ ലേറ്റ് ആയി. വരെ 5:30 എത്തേണ്ട നമ്മൾ എത്തുന്നത് 6:15-ലാണ്. ഇതിന് പിന്നെ അത്യാവശ്യം സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ലേറ്റ് ആവുമെന്ന്. നമ്മളങ്ങനെ ജോളാർപേട്ട ബൈപ്പാസ് അടിച്ച് ഇപ്പം ബംഗാരപ്പേട്ട ഭാഗത്തേക്ക് കൊണ്ട് പോവുകയാണ്. അതാണ് വണ്ടി പയ്യെ പോകുന്നത്. വണ്ടി ഒരു 3/4 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. പക്ഷേ ബംഗാരപ്പേട്ട ഒരു 10 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. 20 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളങ്ങനെ ബംഗാരപ്പേട്ട ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:30. 7:50 ഇത് കൃഷ്ണരാജപുരം കയറേണ്ടത്. ആ കയറത്തിൽ 8:15 കഴിയും കയറാൻ വേണ്ടിയിട്ട്. സ്ലീപ്പറിലും ജനറലിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പോയി കയറിയിട്ടുണ്ട്. എൻ്റെ അവിടെയൊക്കെ കൃഷ്ണരാജപുരത്തു നിന്നാണ് ആൾക്കാർ കയറുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ വണ്ടി ഫുള്ളാവും. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ക്രൂസ് ചേഞ്ച് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ബ്രേക്ക് റിലീസ് ചെയ്യുന്നതും ഒക്കെ ശബ്ദമൊക്കെ കേൾക്കാം. കാരണം അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്രൂസ് ചേഞ്ചൊക്കെ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വണ്ടി 5 മിനിറ്റ് ആവാറായി. അപ്പോൾ എന്തായാലും ക്രൂസ് ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സാറ്റർഡേ ദിവസങ്ങളിൽ വേറെ വണ്ടിക്കൊന്നും ടിക്കറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ പകൽ നിങ്ങൾക്ക് കയറി വൈകിട്ട് എത്തുന്ന രീതിയിലൊക്കെ ഇവിടെ ബാംഗ്ലൂർ വരണമെങ്കിൽ ഈ വണ്ടി ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. വൈകിട്ട് 8 മണിയാകുമ്പോൾ ഇത് KR-പുരം എത്തും. ഇവിടെ ക്രൂസ് ചേഞ്ച് ഉണ്ട് കേട്ടോ. കണ്ട് വണ്ടി വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക് പിടിച്ചു. ഇപ്പോൾ ബംഗാരപ്പെട്ട ക്രൂസ് ചേഞ്ച് ഉണ്ട്. രാത്രി കഴിക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഞാൻ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ആണ് മേടിച്ചത്. ഇത് ചപ്പാത്തിയാണ്, പിന്നെ അതിൻ്റെ കൂടെ ഗ്രേവി ഉണ്ട്, പിന്നെ ചിക്കൻ 65 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ രാത്രിയിലത്തെ കേട്ടോ. ഇന്നത്തെ ചിക്കൻ 65 ഒക്കെ കിട്ടി വണ്ടിയിൽ. ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 4-5 ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അറിയോ, നമ്മളിപ്പോൾ KGM ആകുന്നേ ഉള്ളൂ, KR-പുരം ആകുന്നേ ഉള്ളൂ. സമയം 8:30 ആവാറായി. നമ്മളൊരു 3/4 മണിക്കൂർ അടുപ്പിച്ച് വീണ്ടും ലേറ്റായി തുടങ്ങി. 52 മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മളിവിടെ KR-പുരത്ത് എത്തുന്നത്. പോലെ 7:50 എത്തേണ്ടതാണ്. ഇപ്പോൾ 8:45 ആവാറായി. നോക്ക് ഇതെന്തല്ലേ, പിടിച്ചിട്ട് ലേറ്റാക്കി കളഞ്ഞു ഫുള്ള്. ഒരു സെറ്റ് ആൾക്കാർ ഇവിടെ ഇറങ്ങും, ഒരു സെറ്റ് വീണ്ടും കയറും. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ നമ്മുടെ വണ്ടി കയറാറുണ്ട്. അപ്പോൾ നമ്മൾ KR-പുരത്തെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി ബാംഗ്ലൂർ സിറ്റിയൊക്കെ കടന്ന് ഇനി മറ്റേ ധർമാവരം ലൈനിലൊക്കെ കയറുമ്പോൾ ഒരു നേരമോ നോക്കിയോ. ഇപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് വരുന്നുണ്ട്. ഐലൻഡിൽ കയറാനുള്ള ഇടി കേട്ടോ. നോക്ക് തിരക്കാന്ന് നോക്കി. ഐലൻഡിൽ കയറാനുള്ള ജനറൽ ആളാണ് തിരക്കാണ് കൂടുതലും. ഐലൻഡ് വരുന്നത് കണ്ടാ. നോക്ക് ഇന്ന് വീക്കെൻഡ്, ഇന്ന് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഐലൻഡിൽ. കിടിലനൊരു പീസ് തന്നെയല്ലേ. അങ്ങനെ നമ്മൾ KR-പുരത്തെത്തി. 8:43 ഇപ്പോൾ സമയം. നമ്മളങ്ങനെ KR-പുരത്ത് നിന്ന് എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിന് ഹിന്ദുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വൃത്തികെട്ട റൂട്ടാണ് ഗുണ്ടക്കൽ വരെ. കാരണം ഇടയ്ക്ക് സിംഗിൾ ലൈനും ഇടയ്ക്ക് ഡബിൾ ലൈനൊക്കെ ആയിട്ടുള്ള റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഹിന്ദുപ്പൂർ ഭാഗത്തേക്ക് പോകുന്നത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു വണ്ടി കയറിയിട്ടുണ്ട്, മറ്റേ KSR ബംഗളൂരു നിസാമുദ്ദീൻ രാജധാനി. അത് മുന്നിലുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ സമയം 7 മണി ആവാറായി. നമ്മളങ്ങനെ കർണാടകത്തിലെ വാടി ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്നലെ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ വണ്ടി 1.25 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ കറക്റ്റ് ഓൺ ടൈം അല്ലേ, ബിഫോർ ടൈമാണ് ഇപ്പോൾ വണ്ടി ഓടുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഓടിയെടുക്കുക, ഞാൻ പറഞ്ഞില്ല ഉറപ്പായിട്ട് ഓടിയെടുക്കാറ്. അതുപോലെ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വാടി ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാടിക്ക് മുമ്പുള്ള നൽവാർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ലൂപ്പ് ട്രാക്കിക്കൊണ്ട് നമ്മളെ ചവിട്ടി എന്തോന്നൊരു പിടിയില്ല കേട്ടോ. ഇനി എന്തിനേലും ഓവർടേക്ക് ആണോ ആർക്കറിയാം എന്ത് വന്ന്. ഇവിടെ നിന്നൊരു ശകരമേ ഉള്ളൂ കേട്ടോ വാടി ജംഗ്ഷൻ. അപ്പോൾ വാടി ജംഗ്ഷനിൽ 7:35 സമയം. ഇപ്പം സമയം നോക്കിയേ 7:03 ആയതേ ഉള്ളൂ. അപ്പോൾ നല്ല സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി നമ്മുടെ മുന്നിലെ ഉദ്യാന എക്സ്പ്രസ് എന്ന വണ്ടിയുണ്ട്, അല്ലാണ്ട് പുറകിൽ വേറെ വണ്ടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ ആണ്ട് വല്ല ഇവിടെ കൊണ്ട് ഇട്ടായിരിക്കും. ഒരുപാട് നേരത്തെ അല്ലേ, ഇവിടെ തിരി ശകലം കൂടെ പോയാൽ മതി. ഏതോ ഒരു ഓവർടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കാരണം മെയിൻ ലൈനിൽ പച്ച കിടക്കുവാണ് അങ്ങ്. അപ്പോൾ ഏതോ ഒരു വണ്ടി നമ്മളെ ഇപ്പോൾ ഓവർടേക്ക് അടിച്ച് പോകും, എന്തോ ഒക്കെയാണോ എന്തോ. കാരണം അപ്പോൾ സമയമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഏതോ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ വേറെ സ്മൈ ട്രെയിനിൽ നോക്കിയിട്ട് കണ്ടൊന്നുമില്ല ഏത് വണ്ടിയാണെന്ന്. നമ്മളിപ്പോൾ ഓവർടേക്ക് അടിച്ച് പോയത് തിരുപ്പതിയിൽ നിന്നും ഔറംഗാബാദ് ഉണ്ടല്ലോ, ഔറംഗാബാദിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഛത്രപതി സംഭാജി നഗർ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വീക്കിലി എക്സ്പ്രസ് ആണ് പോയത്. അത് പോയിട്ട് തിരിച്ച് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വണ്ടി പോയില്ല, അതാണ് മുംബൈ CSMT നാഗർകോവിൽ എക്സ്പ്രസ്. രണ്ടും 1.5 കത്തിക്കലായിരുന്നു. രണ്ടും എന്തോ സ്പീഡായിരുന്നു. എനിക്കൊന്ന് 130 ഉണ്ടായിരുന്നു തോന്നുന്നു. നല്ല സ്പീഡായിരുന്നു രണ്ടും. ഇങ്ങനെ ഓവർടേക്ക് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പം വാടി ജംഗ്ഷനിലേക്കാണ് കയറാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ട്രാവൽ ചെയ്ത് വരാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ 30 kmph ആണ് സ്പീഡ് റെസ്ട്രിക്ഷൻ. അതെന്താ കാരണം എന്നറിയോ? ഞാൻ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മളൊരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഒരു സെക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേക്കും ആ റൂട്ടിൽ വർക്ക് ചെയ്യുന്ന ലോക്കോ പൈലറ്റ്സ്മാരുണ്ടല്ലോ, ലോക്കോ പൈലറ്റ്, അസിസ്റ്റ് ലോക്കോ പൈലറ്റ്, അപ്പോൾ ഇവർക്കൊക്കെ ആ റൂട്ടിലെ സിഗ്നൽസ് മനസ്സിലാവണം. കാരണം നമ്മളിപ്പോൾ സാധാരണ സിഗ്നലിംഗ് ആണെങ്കിൽ ഒരു 2 സ്റ്റേഷൻ്റെ ഇടയ്ക്കായിട്ട് ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3 സിഗ്നലൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആകുമ്പോൾ ഒരു 1 കിലോമീറ്റർ ഗ്യാപ്പ് അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഗ്യാപ്പിൽ ഓരോ സിഗ്നൽസ് കാണും. അപ്പോൾ നമ്മൾ ഈ സ്പീഡിൽ പോയാൽ ഒരു 110, 130 സ്പീഡിൽ പോയാൽ ആ സിഗ്നൽസ് കണ്ട് അവർക്ക് എടുക്കാനുള്ള റിയാക്ഷൻ്റെ ടൈം അവർക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ഈ ഹൈ സ്പീഡിൽ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈ ഒരു ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സെക്ഷനിൽ കൂടെ പോവുകയാണെങ്കിൽ ഇവർക്ക് റിയാക്ഷൻ ടൈം പെട്ടെന്ന് കിട്ടത്തില്ല. കാരണം ഒരുപാട് സിഗ്നൽസ് ഉള്ളതല്ല. അപ്പോൾ ഇവർക്ക് അനുസരിച്ച് ഇപ്പോൾ സിഗ്നൽ റെഡ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തണ്ടേ. അപ്പോൾ ഈ ഒരുപാട് സിഗ്നൽ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവർക്ക് റിയാക്ഷൻ ടൈം അവർക്ക് സെറ്റ് ആവാനും അവർക്ക് ആ ഒരു പുതിയൊരു സിഗ്നലിംഗ് സിസ്റ്റം അവർക്ക് യൂസ്ഡ് ആവാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്പീഡ് റെസ്ട്രിക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് പല ഡിവിഷനും പല സോണിലും പല രീതിയിലാണ് കൊടുക്കുന്നത്. ചിലയിടത്ത് സ്പീഡ് റെസ്ട്രിക്ഷൻ കാണത്തില്ല, ചിലയിടത്ത് ലോക്കോയിൽ അവരുടെ കൂടെ ഒരു ലോക്കോ ഇൻസ്പെക്ടർ കയറും, എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുക്കും. ചിലയിടത്ത് അങ്ങനെയൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ സദേൺ റെയിൽവേയിൽ അവർ ചെയ്തിരിക്കുന്നത് സ്പീഡ് റെസ്ട്രിക്ഷനാണ്. ചിലയിടത്ത് അതൊന്നും കാണത്തൊന്നുമില്ല. ചിലയിടത്ത് ഒരാളെ ലോക്കോയിൽ കയറി അവർ പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വെച്ചാൽ അവിടെ ഒന്നെങ്കിൽ എന്തെങ്കിലും സ്പീഡ് റെസ്ട്രിക്ഷൻ ആദ്യം കുറച്ച് ദിവസം വരും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൊണ്ടുവരും. കാരണം അത് പെട്ടെന്ന് ക്രൂവിനും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കണ്ടേ. കാരണം 2 സ്റ്റേഷന് ഇടയ്ക്ക് കുറേ സിഗ്നൽസ് വരും ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഉള്ളപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ക്രൂവിന് വേഗം അത് മനസ്സിലാക്കി എടുക്കണം, അവർക്ക് ഓടിക്കുന്നതിനനുസരിച്ച് യൂസ്ഡ് ആവണം. അങ്ങനെ ഓരോ സംഭവമൊക്കെ ഉണ്ട്. ഈ വാടി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം കർണാടകത്തിലാണെങ്കിലും ഇത് സെൻട്രൽ റെയിൽവേ ആണ് കേട്ടോ. സെൻട്രൽ റെയിൽവേയിലെ സോലാപ്പൂർ ഡിവിഷനാണിത്. അപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേയിൽ ഇപ്പോൾ കയറി. ഈ
ഈ വാടി സ്റ്റേഷനിൽ വരുമ്പോഴേക്കും ഇവിടെ എല്ലാം ഇതേപോലെ ഈ കുറേ ആൾക്കാരുണ്ട്, ഈ ഇഡ്ഡലിയും വടയൊക്കെ വിൽക്കുന്നവർ. കണ്ടാൽ നല്ല ടേസ്റ്റൊക്കെ നല്ലതായിട്ട് തോന്നും, പക്ഷേ മേടിച്ച് കഴിക്കരുത് കേട്ടോ. തുറന്നിരിക്കുകയല്ല, നമുക്ക് തുറന്നിരിക്കുന്ന സാധനമേ മേടിച്ച് കഴിക്കരുത്, അത്രയ്ക്ക് ഡേഞ്ചറാണ്. എന്തേലുമൊക്കെ പണി കിട്ടും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും ആ പരിപാടിക്ക് ഇരിക്കരുത് കേട്ടോ ഇവിടെ വന്നാൽ. ഇനി നമ്മൾ ഫുള്ള് സെൻട്രൽ റെയിൽവേ ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ സോലാപൂർ ഡിവിഷനിലാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ട് ഇനി അടുത്ത സ്റ്റോപ്പ് ഷാഹാബാദ്, പിന്നെ ഗുൽബർഗ് എത്തും ഒരു 8:00 കഴിയുമ്പോൾ. നമ്മളങ്ങനെ കർണാടകത്തിലെ ഗുൽബർഗ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി വട ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ കർണാടക സ്റ്റൈൽ ഇഡ്ഡലി വട കിട്ടും ഇവിടെ. ഇവിടൊക്കെ ട്രാക്ക് സ്പീഡ് എന്ന് പറയുന്നത് 130 km/h അറിയോ. ഇപ്പോൾ ഒന്ന് ചവിട്ടിയതാണ് വണ്ടി, ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആകെ തിരികെ വരത്തുള്ളൂ. ഒന്ന് സ്ലോ ആയപ്പോഴാണ് പുറത്ത് വന്നത്. നല്ല സ്പീഡിലാണ് വണ്ടി പോകണത് ഇവിടൊക്കെ. നമ്മുടെ മുംബൈ CSMT എക്സ്പ്രസ് ഇപ്പം സോലാപ്പൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ബിഫോർ ടൈമാണ്. എന്തുമല്ല, ഇന്നലെ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ വണ്ടി 1.5 മണിക്കൂറായിരുന്നു ലേറ്റ് ആയിരുന്നത്. ഇപ്പോൾ ബിഫോർ ടൈം. എന്തൊക്കെ പരിപാടിയാണ്. എനിക്ക് ഈ യാത്രയ്ക്ക് ആയത് 2760 രൂപയാണ് സെക്കൻഡ് AC-ക്ക്. 1736 കിലോമീറ്റർ ഉണ്ട് എറണാകുളത്തുനിന്ന് ഈ ഇത്രയും കറങ്ങി വന്ന് മുംബൈ CSMT വരെ പോകാൻ വേണ്ടിയിട്ട്. छत्रपती शिवाजी महाराज टर्मिनस मुंबई उद्यान एक्सप्रेस प्लॅटफॉर्म क्रमांक 3 वर येत आहे. गाडी संख्या AA302 KSR बेंगलुरु. ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മുടെ വണ്ടി അങ്ങനെ സോലാപ്പൂർ എത്തിയിരിക്കുകയാണ്. സോലാപ്പൂർ ഇനി ഇവിടെ ക്രൂ ചേഞ്ച് ഒക്കെ കാണും. ഇവിടുന്ന് കയറുന്ന ക്രൂ ആയിരിക്കും പൂനെ വരെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ റെയിൽവേ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഫുള്ള് വടാപ്പാവിൻ്റെ കളികളാണ്. സ്റ്റേഷനിൽ ഫുള്ള് വടാപ്പാവ്, ഇവിടെ പാവ് ഭാജിയൊക്കെ വെക്കുന്നുണ്ട്. പാവ് ഭാജി വടാപ്പാവ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഒരു മെമു ട്രെയിൻ കിടപ്പുണ്ട്. മെമു അല്ല, ഇത് ഡെമു ആണ് കേട്ടോ. അപ്പോൾ ഈ ഡെമുവിൻ്റെ ട്രെയിൻ ബോർഡ് നിങ്ങൾ കണ്ടോ. ഫൾട്ടാൻ, ലോനന്ത്, പൂനെ, ദൗണ്ട്, ഹഡപ്സർ, സോലാപ്പൂർ, വാടി, ഹൊസ്പേട്ട്, കൽബുർഗി. എന്നിട്ട് കുറേ ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തുവാണ് ഇത്, എങ്ങനെ മനസ്സിലാക്കും ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് നോക്ക്. എന്തൊക്കെ പരിപാടിയാണ് നോക്കി. എളുപ്പപ്പണിക്ക് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ. എന്നിട്ട് കുറേ ട്രെയിനിൻ്റെ നമ്പറും അത് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, പക്ഷേ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാവും ഇതൊക്കെ കണ്ടാൽ. ക്രൂ ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ സോലാപ്പൂറിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:45 കേട്ടോ. ഈ സോലാപ്പൂർ എന്ന് പറയുന്നത് നല്ല വലിയൊരു ടൗണാണ്. ഇവിടുത്തെ സ്റ്റേഷൻ നല്ല ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ്. കുറേ വണ്ടികളൊക്കെ ഇവിടെ തുടങ്ങുന്നതാണ്. കുറേ വന്ദേ ഭാരതും, പിന്നെ ഇവിടുന്ന് ഹാസനിലേക്ക് ഒരു വണ്ടിയുണ്ട്. ഇങ്ങനെ പല ഭാഗത്തേക്ക് ഇവിടുന്ന് വണ്ടിയുണ്ട് കേട്ടോ ഈ സോലാപ്പൂറിൽ നിന്ന്. ഇത് കണ്ടോ, WP7 ഷണ്ട് ചെയ്യുന്നത് കണ്ടോ നോക്കിയേ. സാധാരണ എല്ലായിടത്തും ആൽക്കോ അല്ലെങ്കിൽ ഡീസൽ ലോക്കോ ഒക്കെ അല്ലേ ഷണ്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WP7 ഇവിടെ ഷണ്ടിങ് ചെയ്യുന്നുണ്ടോ. ഇത് മറ്റേ സോലാപ്പൂർ ഹാസൻ എക്സ്പ്രസിൻ്റെ റേക്കാണ്. നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ മിക്കവാറും പൂനെ വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് പിന്നെ അടുത്ത് കയറുന്നവർ മുംബൈ CSMT വരെ വർക്ക് ചെയ്യും. എന്തായാലും ഒരു വണ്ടി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ എത്ര അടുത്താണ് നമ്മുടെ ക്രൂ ഒക്കെ മാറുന്നത് അറിയോ. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി ഇപ്പം ഡൽഹിക്ക് പോകുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കയറുന്ന ലോക്കോ പൈലറ്റൊക്കെയാണ് ഡൽഹി വരെ ഓടിക്കുന്നത്. പിന്നെ അല്ലേ നമുക്കിത് മനസ്സിലായി തുടങ്ങിയത്. കൊച്ചിലൊക്കെ നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് പലയിടത്ത് ക്രൂ ചേഞ്ച് ഉണ്ടെന്ന്. അപ്പോൾ ഒരു വണ്ടി ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഓടിക്കണത്. പല പല ആൾക്കാരായിരിക്കും ഓടിക്കുന്നത്. ചിലർ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലരൊക്കെ ആണെങ്കിൽ നല്ല കംഫോർട്ടോടെ ഓടിക്കുന്നത്, എടുക്കുമ്പോഴാണെങ്കിലും പയ്യെ സ്മൂത്തായിട്ട് എടുക്കും. പക്ഷെ ചിലരങ്ങനെയല്ല, ചിലർ പെട്ടെന്ന് അങ്ങ് എടുക്കും. പെട്ടെന്ന് എടുത്ത് കോച്ചിനെ നമുക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ ഈ LHB ആവുകൊണ്ട് ഇത് ജെർക്കടിക്കുന്നതുകൊണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സുഖം കാണത്തില്ല. ചിലർ അങ്ങനെയല്ല, ചിലർ നൈസായിട്ട് ഓടിക്കുന്നത്.
നമ്മളിപ്പോൾ സെൻട്രൽ റെയിൽവേയിലെ പൂനെ ഡിവിഷനിൽ നമ്മളിപ്പോൾ കയറി. ഇപ്പോൾ ദോണ്ട് ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അവിടെ നമ്മൾ എത്തുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ബിഫോർ ടൈം ആയിരിക്കും. അവിടെ 1:45 കയറിയാൽ മതി. ഇപ്പോൾ സമയം 12:56. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടി ഇങ്ങനെ പിടിച്ചാണ് വയ്യാണ് പോകുന്നത്. ഈ സൗത്ത് സെൻട്രലിനെ പോലത്തെ മെയിൻ പരിപാടി ഗുഡ്സ് നടക്കൊണ്ടിട്ട് നമ്മളെ ഈ ലൂപ്പ് ട്രാക്കിൽ കൂടെ പോകുന്നത്. ഇഷ്ടംപോലെ ഗുഡ്സ്. ഇതെന്തോ ഷീറ്റ്, ഇരുമ്പ് ഷീറ്റോ എന്തോ പരിപാടി കേട്ടോ. നമുക്ക് ഫുൾ അത് തന്നെയാണ്. ഒന്നേ മുക്കാലിന് ഇവിടെ എത്തിയാൽ മതി. നമ്മളിപ്പോൾ എത്തുന്നത് 1:16, അതായത് അരമണിക്കൂർ നമ്മൾ ബിഫോർ ടൈമാണ്. ഇനി ഇവിടെ നിന്ന് 1:50 വിടത്തുള്ളൂ. അത്രയും നേരം പോസ്റ്റുണ്ട് കേട്ടോ. പുറത്ത് പോയി ഒരു ചായ അടിച്ചിട്ട് വരാനുള്ള സമയമൊക്കെ ഉണ്ട്. കുറേ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ വണ്ടി അവിടെ ഇവിടെയൊക്കെ നേരത്തെ എത്തണം. അപ്പോൾ ഇവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ടോ? ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്ന വണ്ടിയാണ്. ഇത് ദൗണ്ടെന്ന് ഇൻഡോർ വരെ പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. ഇത് ഇവിടെ നിന്ന് 2:10 വിടും, നമ്മൾ 1:50 വിടും. ഈ ദൗണ്ടെന്ന് പറയുന്ന ഈ സ്റ്റേഷൻ ഉണ്ടല്ലോ, പണ്ട് മുതലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് മൺമട് ഭാഗത്തേക്കൊക്കെ ലൈനൊക്കെ ഉണ്ട്. അത് പണ്ട് മുതലുള്ള ലൈനാണ്. നമ്മൾ ആ വഴിക്ക് അന്ന് ജലം എക്സ്പ്രസ്സിനൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ പൂനെ ഭാഗത്തേക്കായാലും വണ്ടിക്ക് പോകണമെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റേഷനിൽ വന്നിട്ട് ലോക്കൽ റിവേഴ്സിലൊക്കെ അടിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവരവിടെ ഒരു ബൈപ്പാസ് പോലെ പടുത്തിട്ട് അവിടെ ഒരു സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. ആ സ്റ്റേഷന് പേരാണ് ദൗണ്ട് കോട്ട് ലൈൻ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ പൂനെ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ നിർത്തുന്നത്. ഇങ്ങോട്ട് കയറത്തില്ല. ഇങ്ങോട്ട് കയറിയ സമയം പോക്കാം. അതുപോലെ ഇവിടെ ഒരു അത്യാവശ്യം ഒരു ബിസിനസ് സ്റ്റേഷനാണ്. ഇതുപോലെ കുറേ ഗുഡ്സും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പം നല്ല ടൈം എടുക്കും. ദൗണ്ട് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അങ്ങനെ കറക്റ്റ് 1:50 എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനടുത്ത സ്റ്റോപ്പ് പൂനെ ജംഗ്ഷനാണ്. 3:10 പൂനെ സമയം കാണിക്കുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ എത്താം, അത് കയ്യിലും എത്താം. കാരണം പൂനെ അത്യാവശ്യം ബിസി സ്റ്റേഷൻ ആയതുകൊണ്ട് പിടിച്ചിടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മുംബൈ CSFT എക്സ്പ്രസ് അങ്ങനെ പൂനെ ഔട്ട്സ്കട്ട്സ് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ചൂട് 36 ഡിഗ്രിയാണ്. വൈകിട്ട് 3 മണിയായിട്ടും ചൂട് ഭയങ്കരമാണ്. 36 ഡിഗ്രി ഉണ്ട് ചൂട്. 36. അമ്മേ, നല്ല ചൂടാണ് ഇവിടെ. നമ്മളങ്ങനെ പൂനെ കയറാൻ പോകണം. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലെ കൂടി ഈ റൂട്ടിൽ കൂടെ വരുമ്പോൾ ഇത്രയും പ്രയോറിറ്റി കൊടുത്ത് കയറുന്നത് പൂനെയിലേക്ക്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് മറ്റേ ഹഡപ്സർ സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് പയ്യെ പോകത്തുള്ളായിരുന്നുള്ളൂ. ഇതങ്ങ് വേഗം കയറുക കേട്ടോ. നമ്മൾ ബിഫോർ ടൈമാണ് ഔട്ടറിൽ കൊണ്ട് പിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ പയ്യെ ഉരുട്ടി ഇടപോകുന്ന പിടിച്ച് അത്രയും നേരം വന്ന വെച്ചാൽ ഔട്ടറിൽ കൊണ്ട് പിടിച്ച്. ഇവിടെ ഈ പൂനെ സ്റ്റേഷനിൽ ഈ ലൂപ്പ് ട്രാക്കിലേക്ക് കയറുന്ന സ്പീഡൊക്കെ വൻ ശോകമാണ് കേട്ടോ. അങ്ങാണ്ട് 5 or 10 വേദണ്ടൊക്കെ ഉണ്ട്. പയ്യാണ് പ്ലാറ്റ്ഫോമിലൊക്കെ കയറണത്. നമ്മളങ്ങനെ ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് പൂനെ ജംഗ്ഷനിലേക്ക് കണ്ട് കയറിയിരിക്കുകയാണ്. ഈ പോകുന്നത് പൂനെയിൽ നിന്നും പുറപ്പെട്ട റാണി കമലാപതി ഹംസഫറാണ്. അതായത് ഭോപ്പാലിലേക്ക് പോകുന്ന ഒരു ഹംസഫർ ട്രെയിനാണ് കേട്ടോ. എന്താ തിരക്കെന്ന് നോക്കിയാൽ ജനറലൊക്കെ കയറാൻ വേണ്ടി നോക്ക്. അടിപൊളി, ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ പൂനെ അതേ നേരം ഇട്ടില്ല കേട്ടോ. 3:24 ആയപ്പോൾ തന്നെ എടുത്തു. ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് ഇട്ടുള്ളൂ. ഞാൻ കണ്ടില്ല അതിൽ കൂടുതൽ നേരം ഇടുമെന്ന്. ഇത് വേഗം പോകും. കാരണം ഇത് വൈകിട്ട് തിരിച്ചിനി ട്രിവാൻഡ്രം പോകാനുള്ളതല്ലേ രാത്രിയിൽ. ഇതുകൊണ്ട് ഒരു വേഗം വിടും. ഈ വണ്ടി ഉണ്ടോ, ഇത് പൂനെന്ന് മുംബൈ പോകുന്ന ഡെക്കൻ എക്സ്പ്രസ് ആണ്. അതിന് ഡീസൽ ലോക്ക് ആണ് കേട്ടോ. നോക്കിയേ, പൂനെയുടെ ഒരു WD-P40 ആണ്. അപ്പോൾ ഇവർ ചില വണ്ടികൾക്കൊക്കെ, ഇൻ്റർസിറ്റി വണ്ടികൾക്കൊക്കെ ഇവർ ഡീസൽ ലോക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ലോക്കോ ഷോർട്ടേജ് ആണെന്നോ
അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവർ കുറേ വണ്ടികൾക്കൊക്കെ ഇപ്പോൾ ഡീസൽ ലോക്കോ കേട്ടോ. പൂനെ മുംബൈ റൂട്ടിലോടുന്നതാണ് ഒരു ഇൻ്റർസിറ്റി വണ്ടിയാണ്, പൂനെ മുംബൈ ഡെക്കൻ എക്സ്പ്രസ്. നമ്മളൊരു 5 മിനിറ്റ് ലേറ്റായിട്ട് ഇവിടെ ലോണാവള എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴാണ് മറ്റേ ബോർഗാറ്റ്സ് ഉള്ളത്, ഗാർഡ് സെക്ഷനാണ്. അപ്പോൾ ആ ബോർഗാറ്റ്സിലൂടെ പോകുന്ന വണ്ടികൾക്ക് ഇവിടെ നിന്ന് താപ്പോട്ട് ചില വണ്ടികൾക്കൊക്കെ ഇവർ ബ്രേക്കർ വെക്കും കേട്ടോ. നല്ല ലോഡുള്ള വണ്ടികൾ പിന്നെ ഗുഡ്സ് അതിനൊക്കെയാണ് ബ്രേക്കർ വെക്കുന്നത്. അപ്പോൾ കയറി വരുന്ന വണ്ടി, അതായത് മുംബൈ ഭാഗത്തു നിന്ന് വരുന്ന കയറി വരുന്ന വണ്ടികൾക്ക് പുറകിൽ ബാങ്കർ ലോക്ക് വെക്കും, കാരണം ഗാർഡ് സെക്ഷൻ അല്ലേ. നാട്ടിൽ നിന്നൊക്കെ മുംബൈക്ക് ഈ വണ്ടിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ധൃതിയുള്ളവരൊന്നും പോകരുത്, കാരണം ഇത് പയ്യെ എത്തത്തുള്ളൂ. കറക്റ്റ് ഒരു ദിവസത്തിന് മുകളിലെടുക്കും, നല്ല സമയം എടുക്കും. ചിലപ്പോൾ ലേറ്റ് ആയാലും കൂടുതൽ പണി കിട്ടും. അതുകൊണ്ട് ഈ വണ്ടിയിൽ കയറുന്നത് സൂക്ഷിച്ച് വേണം. ഒട്ടും ധൃതിയില്ലാത്തവർ മാത്രമേ ഈ വണ്ടി കയറാവൂ. നമ്മളിനി ഗാർഡ് സെക്ഷനിൽ കൂടെ പോകുമ്പോൾ വലുതായിട്ട് കാണാനൊന്നുമില്ല, കാരണം ഇപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, ഫുള്ള് വെയിലായിട്ട് കിടക്കുമല്ലേ, അപ്പോൾ കാണാനൊന്നുമില്ല. ഇതിന് മുമ്പ് നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട്. മൺസൂണിലാണ് ഈ റൂട്ടിൽ കാണാനുള്ളത്, അല്ലെങ്കിൽ ഫുള്ള് ഡ്രൈ ആയിരിക്കും. ഇവിടുന്ന് ഈ ബാങ്കർ അല്ലെങ്കിൽ ബ്രേക്കർ ലോക്കോസാണ് ഈ കാണുന്നത്. ബാങ്കർ എന്ന് വെച്ചാൽ പുറകിൽ നിന്ന് തള്ളുന്ന ലോക്കോസ്, ബ്രേക്കർ എന്ന് വെച്ചാൽ മുന്നിൽ കൂടെ നമ്മളെങ്ങനെ പിടിച്ച് ഇറങ്ങാൻ സഹായിക്കുന്ന ലോക്കോസ്. ഇവിടെ നിന്ന് ഒറ്റ ഇറക്കമാണ് താപ്പോട്ട്. ഇത് കണ്ടോ, നമുക്ക് നല്ല ഇറക്കമാണ് കണ്ടോ, ഒറ്റ ഇറക്കമാണ്. തിരിച്ച് കയറി വരുന്നതാണ്, നല്ല കയറ്റം കയറിയാണ് വരുന്നത് കണ്ടാ. ഈ ഫുൾ ഇറക്കമാണ്. ഇനി അങ്ങ് താഴെ എത്തുന്ന വരെ ഫുള്ള് ഇറക്കമാണ് ഇനി. ഇത് ഗ്വാളിയർ നിന്നും ദോണ്ട് വരെ പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റാണ് കേട്ടോ. ഗ്വാളിയർ ദൗണ്ട് സൂപ്പർ ഫാസ്റ്റ് കണ്ടോ. പുറയിലെ ബാങ്കർ ലോക്കോസ് കണ്ടോ, ആണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞ വേണ്ട. ഇതിനി ഇവിടെ ലോണാവള വെച്ച് ഊരും. നമ്മളിപ്പോൾ ഒരു ഇറങ്ങിയാണ് വന്നത്. അപ്പോൾ ഇവിടെ ക്യാറ്റ് സൈഡിൽ നിങ്ങളൊരു ബോർഡ് കണ്ടോ, ഒരു ട്രാക്ക് മുകളിലേക്ക് പോകുന്നുണ്ടോ. അതായത് ഈ ഇറങ്ങി വരുന്ന വണ്ടികൾ ബ്രേക്ക് പോയെങ്കിൽ നേരെ ട്രാക്ക് അങ്ങോട്ട് സ്വിച്ച് ചെയ്ത് അങ്ങോട്ട് വിട്ട് ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ആ ക്യാറ്റ് സൈഡിൽ അവിടെ പണിത് ചെയ്യുന്നുണ്ടോ. അതാകുമ്പോൾ ട്രെയിൻ മുകളിലോട്ട് പോകും. നമ്മളിപ്പോൾ ഉള്ളത് മങ്കി ഹിൽ എന്ന സ്ഥലമാണ്. ഇവിടെ നിറച്ച് ട്രാക്കിലും അവിടെ എല്ലാം കുരങ്ങന്മാരാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മങ്കി ഹിൽ എന്നൊരു പേര് തന്നത്. ഫുള്ള് കുരങ്ങന്മാരാണ്. എനിക്ക് ഇവിടെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടൊന്ന് എടുക്കും, കാരണം ഇവിടെ ബ്രേക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മൾ തന്നെ ഗാർഡ്സൊക്കെ ഇറങ്ങി താഴെ വന്ന് ഇപ്പോൾ നല്ല വണ്ടി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ വണ്ടി ലേറ്റ് ആയിപ്പോയി. ഇടയ്ക്ക് അവരുടെ അടുത്ത് പിടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് പിടിച്ചിട്ട് ലേറ്റ് ആയിപ്പോയി. നമ്മൾ ഒന്നെങ്കിൽ ദാദറല്ലേ മുംബൈ CSMT ഇറങ്ങണം എന്ന് വെച്ചാൽ ഇരിക്കുന്നത്. നോക്കാം എവിടെ ഇറങ്ങണത്. എനിക്കിപ്പോഴാണ് ഒരു സൈഡ് ലോറ് കിട്ടുന്ന പോലെ. ഞാൻ ഈ വണ്ടിക്ക് ടിക്കറ്റ് എടുക്കാൻ നേരത്തെ എൻ്റെ RAC ടിക്കറ്റായിരുന്നു. അത് കൺഫേം ആയിട്ടാണ് അപ്പർ ബർത്തായത് കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ കൺഫേം ടിക്കറ്റ് ഇല്ലായിരുന്നു. വണ്ടി ഒരു അരമണിക്കൂർ ലേറ്റായിട്ട് താനെ എത്തിയിരിക്കുകയാണ്. ഞാനങ്ങ് CSMT പോകാനാണ് പ്ലാൻ. കാരണം ഇന്ന് കുറേ ലോക്കൽ ട്രെയിൻസൊക്കെ ക്യാൻസലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വെസ്റ്റേൺ റെയിൽവേയുടെ ആണ് കൂടുതൽ ലോക്കൽ ട്രെയിൻസ് ക്യാൻസൽ. എനിക്ക് മുംബൈ സെൻട്രലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ മുംബൈ CSMT പോയി ഇറങ്ങി പോകാമെന്ന് വെച്ചു. എൻ്റെ ബർത്ത് കണ്ട് ഇതിൻ്റെ മുകളിലായിരുന്നു കേട്ടോ, അപ്പർ ബർത്തായിരുന്നു. ഇവിടെ താഴെ മൊത്തം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ദാദറായപ്പോഴും ഇറങ്ങിപ്പോയത്. ഒരു വലിയ യാത്രയായിരുന്നു, നല്ല ടൈം എടുത്ത് മുഷിന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പം മുംബൈ CSMT എത്താറായിട്ടുണ്ട്. നമ്മുടെ അടുത്ത യാത്ര നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞ പോലത്തെ നമ്മുടെ ബാന്ദ്ര ടെർമിനസ് ജയ്പൂർ നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ ട്രെയിനാണ്. അതിന് ബാന്ദ്രയിൽ നിന്ന് വിട്ടാൽ ജയ്പൂരേ ഉള്ളൂ സ്റ്റോപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത യാത്ര. നമ്മളൊരു 20 മിനിറ്റ് അടുപ്പിച്ച് ലേറ്റാണ്. നമ്മളിപ്പോൾ CSMTയിലേക്ക് കയറാൻ പോവാണ്. തുരുതുര അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കൽ ട്രെയിൻസ് പോകുന്നുണ്ട്. ഇന്ന് വെസ്റ്റേൺ റെയിൽവേയിൽ ലോക്കൽ ട്രെയിൻസ് കുറവാണ്. ഇന്ന് എന്തോ ലൈൻ ബ്ലോക്ക് കാരണം കുറേയൊക്കെ ക്യാൻസൽഡാണ്. അതുകൊണ്ട് ഒരു ലോക്കൽ ട്രെയിൻ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. നമ്മളങ്ങനെ മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിലേക്ക് കയറാൻ പോവാം. ഈ വണ്ടി ഏപ്രിൽ 18 വരെ ഇവിടെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് മുംബൈ LTTയിലേക്കേ പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ മുംബൈ CSMTയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രം മുംബൈ CSMT എക്സ്പ്രസ്. ഇതിന് അസൈൻഡ് പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നത്. ഈ പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു 15 അങ്ങാണ്ടാന്ന് തോന്നുന്നു. 15 അല്ല, ഇവിടെ 10. മിക്കവാറും ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വണ്ടി വരുന്നത് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 10 അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ലെജൻഡറി പഞ്ചാബ് മെയിലാണ്. പണ്ട് മുതലുള്ള വണ്ടിയാണത്. മുംബൈ CSMTയിൽ നിന്നും പഞ്ചാബിലെ ഫിറോസ്പൂർ വരെ പോകുന്നൊരു വണ്ടിയാണത്, പഞ്ചാബ് മെയിൽ. നമ്മളിപ്പോൾ 7:18 ആയപ്പോഴാണ് ഇവിടെ മുംബൈ CSMTയിലേക്ക് കയറുന്നത്. ഇത് വണ്ടി നല്ല കിടിലം വണ്ടിയാണ്. പക്ഷേ ഒത്തിരി കറങ്ങി അടിച്ച് പോകുന്നതിൻ്റെ ഒരു മടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല വണ്ടിയാണിത്. ഈ വണ്ടിക്ക് ആകെ ഇവിടെ 1.25 മണിക്കൂർ ലേ ഓവറുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് വണ്ടി മൊത്തം ക്ലീൻ ചെയ്ത് തിരിച്ചുള്ള ട്രിപ്പിന് വേണ്ടി റെഡിയാക്കണം. നമ്മുടെ വണ്ടിയുടെ സാരഥിയായിരുന്നു ഇത്. റോയപുരത്തിൻ്റെ WP7 37783. ഈ ലോക്കോ അല്ല ഇനി തിരിച്ചു പോകുന്നത്, പുറകെ കൂടെ വന്ന് വേറെ ലോക്കോ ഓടിപ്പിക്കും കേട്ടോ. രാത്രിയിൽ നമ്മുടെ ഈ മുംബൈ CSMT സ്റ്റേഷൻ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ്. ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ മോൾ എന്തോ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവരുടെ കോർപ്പറേഷൻ എന്തോ ബിൽഡിംഗ് എന്തോ കണ്ടിട്ട് നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയല്ലേ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയെന്ന് നോക്കിയേ, അടിപൊളിയല്ലേ, സൂപ്പർ. മുകളിൽ അവരെന്തോ പണി ചെയ്യുന്നുള്ളൂ, അതാണ് അങ്ങനെ ചെയ്തേക്കുന്നവർ. അപ്പോൾ നമ്മൾ നമ്മുടെ മുറി വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മൾ മുംബൈയിൽ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇവിടുത്തെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റിട്ടേൺ റൂമുണ്ട്. ഇവിടെ അർബൻ പോഡ് എന്ന് പറഞ്ഞ് അവിടുത്തെ പോഡാണ് എടുക്കുന്നത്, പ്രൈവറ്റ് പോഡ്. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം കണ്ടോ. നമ്മൾ ഈ സ്പേസ് ഷിപ്പിലൊക്കെ പോകത്തില്ല, അതേപോലത്തെ ഒരു സെറ്റപ്പാണ്. നല്ല രസമാണ് കേട്ടോ, നല്ലൊരു സംഭവമാണ്. അത്യാവശ്യം പൈസയുണ്ട്, പക്ഷെ നല്ലൊരു കിടിലൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ റെയിൽവേയുടെയാണ്, IRCTC അത് ഓർക്കണം കേട്ടോ. IRCTC നടത്തുന്നതാണ്. IRCTC അർബൻ പോഡ് എന്നൊരു കമ്പനിക്ക് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ കാണാൻ പോകുന്നത് ബാന്ദ്രയിൽ നിന്നും ജയ്പൂർ വരെ പോകുന്ന നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ ട്രെയിനിൻ്റെ വീഡിയോ ആണ്. എങ്ങും നിർത്താതെ പോകുന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ്. എങ്ങനെ നിർത്താന്ന് വെച്ചാൽ ക്രൂ ചേഞ്ചറൊക്കെ നിർത്തും, അത് വേറെ കാര്യം. പക്ഷേ നോൺ സ്റ്റോപ്പ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അടിപൊളി വീഡിയോ ആണ് അടുത്ത ദിവസം കാണാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.